അമേരിക്കയിൽ നമുക്കറിയാം സർക്കാർ സർവീസിലൊക്കെ ഉള്ളവർ റിട്ടയർ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് എന്ന് വേണേലും എത്ര കാലം വേണേലും ജോലി ചെയ്യാം, എത്ര വയസ്സ് വരെയും വേണമെങ്കിൽ ജോലി ചെയ്യാം. അപ്പം 85-90 വയസ്സുള്ളവരൊക്കെ ചില ആശുപത്രികളിലൊക്കെ ജോലി ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരേതെങ്കിലും മരുന്ന് കുറിച്ച് കൊടുക്കും. ആ കുറിച്ച് കൊടുക്കുന്നത് ശരിയാണോ എന്നറിയാനായിട്ട് വേറൊരാൾ പിന്നെ അത് ചെക്ക് ചെയ്യണം. കാരണം ഈ പ്രായമുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം കൂടിയാണ് വാസം പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞ ആളുകൾ ജോലി ചെയ്യുന്നത്. പക്ഷേ ഒരു 65 ഒരു മിനിമം യോഗ്യത പ്രായമായിട്ട് തന്നെ നമുക്ക് കരുതാം. 65 വയസ്സിൽ എല്ലാവരും അവരുടെ ഫാക്കൽറ്റികൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പിന്നെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു കാലമാണ്. അവരെ അങ്ങോട്ട് നിഷ്കരണം അതിനു മുമ്പൊക്കെ പറഞ്ഞു വിടേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ റിട്ടയർ ചെയ്യുന്നവർ പിന്നെ ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനം, എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ആ ജോലി പിന്നെ നമ്മുടെ ആ അവസാന കാലം വരെ ഏതെങ്കിലും തരത്തിലുള്ള ജോലി അതെന്തായാലും കുഴപ്പമില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ആ പ്രാധാന്യം കൊണ്ട്. അപ്പോൾ അത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ റിട്ടയർ ചെയ്ത പലരും എന്താണ് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിലാവത്ത് അടിച്ചു വിട്ട കുഴിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പിന്നെ രാവിലെ 2 പേർക്ക് അടിക്കുക, ഉച്ചയ്ക്ക് 2 പേർക്ക് അടിക്കുക, പിന്നെ ആരുടെയെങ്കിലും കൂടെ ഇങ്ങനെ കൂട്ടുകൂടി നടക്കുക. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പം നാട്ടിലാണെങ്കിൽ ഈ റിട്ടയർ ചെയ്ത ചില സുഹൃത്തുക്കൾ 55-56 വയസ്സിൽ റിട്ടയർ ചെയ്ത് 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ മരിച്ചു പോകുന്നത് കാണുന്നുണ്ട്. വീണോ എന്തെങ്കിലും ആക്സിഡൻറ്റിലൊക്കെ പെട്ടോ പിന്നെ അമിതമായിട്ട് മദ്യപാനം അല്ല, ആ ഒരു റിട്ടയർമെൻറ്റിനെ നേരിടാനായിട്ടുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അത് ഖേദകരമാണ്. നാട്ടിൽ പിന്നെ ആ പെൻഷൻ പ്രായം കൂട്ടണം. ഒരു 65 വയസ്സ്, 60-നും 65-നും ഇടയ്ക്കുള്ള ഒരു പ്രായം ഉണ്ടാവണം ആളുകൾക്ക്. പിന്നെ ആളുകളുടെ ആ ജീവിത രീതി തന്നെ മാറിപ്പോയിരിക്കുന്നു. അത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അമേരിക്കയിലും ഈ ജോലി ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുക എന്നുള്ളത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ദൗത്യമായിട്ട് കണക്കാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.